അമീനെ കോണിണ്ടോ? രണ്ടോടി ഒപ്പം പോലും ഞാന് നാളെ വന്നു കണ്ടൊരു പന്താണ് വാങ്ങിയതാ പോരെ നോക്ക് അതുപോലെ എന്തിനാ കിണറ്റിലിറങ്ങാനോ? കിണറ്റിലിറങ്ങാൻ പൈസ പന്ത്രണ്ടാടി പൈസ തരൂലേ? അപ്പൊ അതിനായിട്ട് വാങ്ങിയതല്ലേ? ആ കിണറിൽ ഇറങ്ങാന്നുണ്ടെങ്കിൽ പണിക്കാർക്ക് 1000 രൂപ കൂലി കൊടുക്കണ്ടേ? അതിന് കിണറിൽ ഇറങ്ങിയാണ് കേറുന്നവർക്ക് 1000 രൂപ വേണം, കിണറ്റ് പണിക്കാർക്ക് 1000 രൂപ കൂലി കൊടുക്കണ്ടേ? അപ്പൊ എന്താ ചേച്ചി, അപ്പൊ കൂലി ഒന്നും വാങ്ങലേക്കല്ലേ? കാങ്ങുമാർമെന്ന് വിളിച്ചിട്ടപ്പോ ആയിക്കോട്ടെ, ഞാൻ വന്നിട്ട് എടുക്കട്ടോ. എന്നാ ഞാൻ അതിനാണ്ട് ഇപ്പൊ നാളെ ഞാൻ കാവിനടുക്ക് പോകുന്നുണ്ട്, അപ്പൊ അതിനാണ്ട് വരട്ടോ. ഞാൻ നോക്കിട്ട് പറഞ്ഞേരാ. ഞാൻ ഇപ്പൊ അതിനാണ്ട് കാവിനടുക്ക് പോണ റൂട്ടിലല്ലേ? തിരുപ്പഞ്ചി ഹോട്ടലിൽ നടക്കണ്ടോ? ഒരു ബോള് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അപ്പൊ നമ്മളുടെ ഒരു ഇത് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ സെന്റിമെന്റലായിട്ടുള്ള എന്തോ ബോള് ആണ് ആരോ ഗിഫ്റ്റ് കൊടുത്താണെന്നൊക്കെയാണ് പറഞ്ഞത്. ചങ്ങായിനെ ഞാൻ അറിയില്ലല്ലോ, എന്നാലും എനിക്ക് ഏതാ കുടുംബം അറിയുള്ളൂ. അപ്പൊ ആള് പുറത്തെത്തിയാണ്. ആകെ 150 റുപ്യന്റെ ബോളിനാണ്. അഞ്ച് മല്ലന്മാരാണ് വന്നത്. ഓലൊക്കെപ്പാട് കൂടിക്കാണ് 150 റുപ്യ പിരിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ആ പൈസ കിട്ടിയിട്ട് നമ്മള് ബോൾ തുറക്കുള്ളൂ. അതെ, പൈസ തരണം. പൈസ തരണം. പൈസ ആ തട്ടി തടഞ്ഞു പികല്ലേ. നിങ്ങൾ എടുക്കാൻ ഇറങ്ങാനാവില്ല. പൈസ തരുന്ന കേട്ടോ, പണിയെടുത്തോണ്ട് കൂലി. 10ന്റെ നോട്ടാണ് ഒരുമിച്ച് കൊടുത്തോണ്ടൊക്കെ. ഇത് പിരിവെടുത്താ ഒരു കിണറിലെടുക്കാൻ വേണ്ടി വിലക്കപ്പാട് പിരിപ്പിച്ചാണ് ഉണ്ടാക്കിയ പൈസ. ഇതപ്പോ എന്താ അത് ഒരുക്കാൻ കൊടുക്കാം. അങ്ങനെ എല്ലാവരും കൂടി മുട്ടായിക്കുന്നുണ്ടോ? നമുക്ക് അടങ്ങത്തോളി വേണ്ട. ഞാനിതിൽ ഇൻവോൾവ് അല്ല. ഒക്കെ നമ്മൾ പോകുമ്പോ ചാടിച്ച് പോകുമ്പോ ബാങ്ങാ വീഡിയോയില് കാണിക്കാനും വേണ്ടിയാടാ. മര്യാദന്റെ അങ്ങേയറ്റാണ് അവിടെ. കീശയില് തിരികെ പോയി പൈസ. കീശയില് തിരികെ പോയി. മാരി ചെക്കന്മാര് മരിഞ്ഞുണ്ടോടാ നിങ്ങളെ നാട്ടില്? ബോള് കാരണം തന്നെ ഈ പൈസ വാങ്ങണം. എന്നാലും ഇവിടത്തെ താഴത്തിലടാ അറിയില്ലേ കുട്ടികളെ? ഒരു നിലക്കാൻ വരില്ല. വരൂല. ഇവിടെ കിണറ്റ് പണിക്കാരുണ്ടേന്ന് പറഞ്ഞു. ഓരോട് ചോദിച്ചിട്ട് ഒരു കുട്ടികളെ 200 രൂപ ഞങ്ങൾ ഇറങ്ങി തരാന്ന് പറഞ്ഞു. എന്നാലും 50 റുപ്യ ലാഭമല്ലോ എനിക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ രാവിലെ തന്നെയുള്ള യജ്ഞം അവസാനിച്ചു. ഓക്കെ, കൊടുക്കാൻ വാങ്ങേണ്ടി വന്നേ ഭീഷണിക്ക് മുന്നേ. ഇതാ എടുത്ത പണിക്ക് കൂലി വാങ്ങിയിട്ടില്ലെങ്കിലും ചായെങ്കിലും കുടിക്കാതെ പോകാൻ പറ്റൂലെന്ന്. അമീന്റെ സ്കിൽ വർക്ക്. ചായ എത്തി. എന്താ എന്റെ പേര്? യാഫിസ്. എന്താണ്? അജ്സൽ. കിണറ്റിൽ പാമ്പിന്റെ ഇടയിലല്ലേ കയറി എടുത്തത്. എന്താ ചായ ആണോ ഹോർലിക്സ് ആണോ ബൂസ്റ്റ് ആണോ? വാ, ഹോർലിക്സ്.
ചേക്കന്മാർ ആദിത്യ മര്യാദ ഭയങ്കര കേട്ടോ ചെക്കന്മാർ സമ്മതിച്ച്. അപ്പോഴേ കുട്ടികൾക്ക് സാധനം കൊടുക്കട്ടോ. കേട്ടോ ഇനി നേരെ പന്ത ഇങ്ങോട്ട് അടിച്ചാൽ ഇനി വിളിച്ചെടുക്കോ. അപ്പോൾ പണിൻ്റെ ഇടയിൽ വന്നതാ കേട്ടോ. അപ്പോൾ ചുറ്റുപാടും കാട് വെട്ടിക്കാണ്ട് വലട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ കുട്ടികളെ വെച്ചോട്ടെ. കൊച്ചോട്ടെ കൊടുത്തോളാം. ഓക്കെ. അല്ലാ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അമീനോട് നന്ദി പറയണമല്ലോ. കാരണം എന്താണെന്ന് കൊണ്ടോട്ടിയിൽ നിന്ന് 10-12 കിലോമീറ്റർ വണ്ടിയിൽ എണ്ണ അടിച്ച് വന്ന് 4-5 ആളെയും കൂട്ടി വന്ന് പിന്നെ ഓല് ബോൾ എടുത്തതിന് പ്രത്യേകം നന്ദി. അപ്പോൾ ഓക്കെ, നിങ്ങളെ നന്ദി ഞങ്ങൾ സ്വീകരിച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു, ടാറ്റ, ബൈ ബൈ.